വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ലേൺ ചാനലിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളുടെ ഓഡിയോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ഫിക്സ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം HSA നോട്ടിഫിക്കേഷനൊക്കെ വന്നു. അപ്പോൾ നമ്മളിനി കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്നത് HSAയിലാണ്. അപ്പോൾ HSA നേടാനുള്ള ടിപ്സും എല്ലാം കാര്യങ്ങളുമായിട്ട് നമ്മളിവിടെ മീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് കടക്കുക. ഇന്ന് സയൻസ് പെഡഗോഗിയുടെ പാർട്ട് 2 ആണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുക. സയൻസ് പെഡഗോഗി എന്ന് പറയുന്നത് കേട്ടറ്റിനും HSAയ്ക്കും എല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ കേട്ടറ്റിന് പഠിച്ചവർ അത്രയും ടോപ്പിക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റാണ് അല്ലേ. HSAയ്ക്ക് പഠിക്കുന്ന സമയത്ത് അതെല്ലാം സ്കിപ്പ് ചെയ്യുക, നിങ്ങൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ സയൻസ് പെഡഗോഗിയുടെ കാര്യം എടുക്കുകയാണെങ്കിലും അതുപോലെയാണ്. നമ്മൾ ആ പഠിച്ചു വെച്ചതൊന്നും വേസ്റ്റ് അല്ല, അത് നിങ്ങൾക്ക് HSAയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ മീഡിയത്തിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ അവിടെ ഉണ്ടാകുന്നുള്ളൂ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ദ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ലിവിങ് തിങ്സ് ഈസ് കോൾഡ് ബോട്ടണി, സുവോളജി, ബയോളജി ആൻഡ് പത്തോളജി. അപ്പോൾ എല്ലാവർക്കും ആ 4 ഓപ്ഷനും ഫെമിലിയർ ആണ് അല്ലേ. ബോട്ടണി എന്താണ്, അതെന്താ, സുവോളജി എന്താണ്, ബയോളജി എന്താണ്, പത്തോളജി എന്താണെന്നുള്ളതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടൊന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറില്ല, വല്ലപ്പോഴും വന്നാലായി. അപ്പോൾ അതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ബയോളജി ഈസ് ദ കറക്റ്റ് ആൻസർ. ദ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ ബയോളജിയാണ് ഓപ്ഷനായിട്ട് കറക്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. സെക്കൻഡ് വൺ, വാട്ട് ആർ ദ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ബയോളജിക്കൽ സയൻസ്? ബയോളജിക്കൽ സയൻസ് നമ്മൾ പഠിക്കുന്നതിൻ്റെ എയിംസ് എന്തൊക്കെയാണെന്നാണ്. To give knowledge about the health and hygiene, to develop skill, to develop awareness about the environmental issue, all of the above. To give knowledge about the health and hygiene. Health and hygiene ഒരു നോളജ് വേണമെന്നുണ്ട് അല്ലേ. സ്കില്ല് ഡെവലപ്പ് ചെയ്യാം ബയോളജി പഠിക്കുന്നതിലൂടെ. അവെയർനെസ് അബൌട്ട് ദ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. അവെയർനെസ്, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിലെ ഒരു അവെയർനെസ് ഒരു സയൻസ് അറിഞ്ഞിരിക്കുന്ന ആൾക്ക് കുറച്ച് കൂടുതലായിട്ടുണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. ഈ 4 ഓപ്ഷനും കറക്റ്റ് ആണെന്നാണ് ഏത് ഓപ്ഷൻ ഡി പറയുന്നത്, ഓൾ ഓഫ് ദ എബവ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാണ്? ഓൾ ഓഫ് ദ എബവ് ആണ് അല്ലേ. 4ഉം ആദ്യം പറഞ്ഞ 3 കാര്യങ്ങളും എന്താണ്, ഒരു സയൻസ് സ്റ്റുഡൻറ്റിന് മസ്റ്റായിട്ട് വേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ത്രൂ ദ സ്റ്റഡി ഓഫ് ബയോളജി pupils develop thinking, reasoning, observation, interpretation, etc. All of these are characteristics of dash. എന്താണ്? ത്രൂ ദ സ്റ്റഡി ഓഫ് ബയോളജി. ബയോളജി പഠിക്കുന്നതിലൂടെ കുട്ടി ഡെവലപ്പ് ചെയ്യുന്നത് തിങ്കിങ്, റീസണിങ്, ഒബ്സർവേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എക്സെട്ര. ഓൾ ഓഫ് ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാഷ് എന്നാണ് ചോദ്യം. ഇത്രയും 4 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. തിങ്കിങ്, റീസണിങ്, ഒബ്സർവേഷൻ, ഇൻ്റർപ്രിട്ടേഷൻ. അത് ഏത് വാല്യൂവിലാണ് വരുന്നതെന്നാണ്. ഇൻ്റലക്ച്വൽ വാല്യൂ, സൈക്കോളജിക്കൽ വാല്യൂ, വൊക്കേഷണൽ വാല്യൂ ആൻഡ് എസ്തെറ്റിക് വാല്യൂ. ഇൻ്റലക്ച്വൽ വാല്യൂ ഇസ് ദ റൈറ്റ് ആൻസർ. ഇതെല്ലാം ഏതിൽ കമ്മിങ് അണ്ടർ ഏതാണ്? ഇൻ്റലക്ച്വൽ വാല്യൂസിൽ വരുന്ന കാര്യങ്ങളാണ് ഈ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. Next question, what are the characteristics of continuous and comprehensive evaluation? Continuous and comprehensive evaluationന്റെ characteristics ആയിട്ടുള്ളത് ഏതെല്ലാം എന്നാണ് ചോദ്യം. A, it is increases the workload of student by taking multiple tests. കണ്ടിന്യൂസ് ആയിട്ടും കോംപ്രഹെൻസീവ് ആയിട്ടും ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ ഇൻക്രീസ് വർക്ക് ലോഡ് ഇൻക്രീസ് ചെയ്യാണ് സ്റ്റുഡൻറ്റിൻ്റെ എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. മൾട്ടിപ്പിൾ ടെസ്റ്റ് ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ കുട്ടിയുടെ വർക്ക് ലോഡ് കൂടുതലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇറ്റ് റീപ്ലേസസ് മാർക്ക് വിത്ത് ഗ്രേഡ്. എന്താണ്? റീപ്ലേസ് ചെയ്യാണ്, മാർക്കിനെ ഗ്രേഡ് ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നു എന്നാണ് അടുത്തത്. ഓപ്ഷൻ സി, ഇവാലുവേറ്റ് എവറി ആസ്പെക്ട്സ് ഓഫ് സ്റ്റുഡൻറ്റ്. ഇവാലുവേറ്റ് ചെയ്യാണ് അല്ലേ, എവറി ആസ്പെക്ട്സ് ഓഫ് സ്റ്റുഡൻസിൻ്റെ എല്ലാ ആസ്പെക്ട്സും എന്താണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നു. ഓപ്ഷൻ ഡി, ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് എക്സാം ഫോബിയ. എക്സാമിനോടുള്ള ഭയം കുറയ്ക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എക്സാം നടത്തുന്നതിലൂടെ കഴിയുന്നു എന്നാണ്. അപ്പോൾ 4 ഓപ്ഷൻസ് അല്ലാതെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കും. ബി ആൻഡ് ഡി ആർ കറക്റ്റ്, എ ബി സി ആർ കറക്റ്റ്, ബി സി ആൻഡ് ഡി ആർ കറക്റ്റ്,
ഓൾ ആർ കറക്റ്റ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ 4 വിലയിരുത്തിയതിന് ശേഷമാണ് നിങ്ങൾ ഈ ഓപ്ഷൻ നോക്കുന്നത്. അപ്പോൾ ബി, സി ആൻഡ് ഡി ആർ കറക്റ്റ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബിയും സിയും ഡിയും ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇൻക്രീസ് ഒന്നും ചെയ്യുന്നില്ല അല്ലെ, വർക്ക് ലോഡ് ഇൻക്രീസ് ഒന്നും ചെയ്യുന്നില്ല. ബാക്കി 3 എന്താണ്? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പെട്ട ഒരു കാര്യമാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. 5th question, match the items of set 1 with set 2 and choose the correct option എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെറ്റ് 1ഉം സെറ്റ് 2ഉം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷൻ ഒന്ന് കയറി വന്നതാണ്. ആദ്യത്തെ സെറ്റ് 1ൽ ഫോർമേറ്റീവ് അസസ്മെൻറ്റും സമ്മേറ്റീവ് അസസ്മെൻ്റ് എന്നും ഡയഗ്നോസ്റ്റിക് അസസ്മെൻ്റ് എന്നും CCL എന്നുമാണ് സെറ്റ് 1ൽ വരുന്നത്. മറ്റേത് നമ്മൾക്ക് ഇങ്ങോട്ട് കയറി വന്നു പോയതാണ് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത സമയത്ത്. സെറ്റ് 2 എന്ന് പറയുന്നത് ഗ്രേഡിംഗ് ദ ഫൈനൽ ലേണിംഗ് ഔട്ട്കം. ബി, ക്യൂസസ് ആൻഡ് ഡിസ്കഷൻസ്. സി, കവർ ഓൾ ആസ്പെക്ട്സ് ഓഫ് സ്റ്റുഡൻസ് ഡെവലപ്മെൻറ്റ്. ഡി, ടു ഫൈൻഡ് പ്രോബ്ലംസ് ഇൻ ലേണിംഗ് ഏരിയാസ്. അപ്പോൾ ആ ഒരു ഷിഫ്റ്റിങ്ങും ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്തുമായിട്ടാണ് അല്ലെ? ക്യൂസസ് ആൻഡ് ഡിസ്കഷൻസ്. ക്യൂസസും ഡിസ്കഷനുമായിട്ട് അതിൽ മാച്ച് ചെയ്യുന്നത് ഏതാണ്? ഫോർമേറ്റീവ് അസസ്മെൻ്റ് ആണ്. ദെൻ സമ്മേറ്റീവ് അസസ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ഗ്രേഡിംഗ് ദ ഫൈനൽ ലേണിംഗ് ഔട്ട്കം ആണ് അല്ലേ കറക്റ്റ് ആയിട്ടുള്ളത്. ലേൺ ചെയ്യാണ്. ഗ്രേഡിംഗ് ദ ഫൈനൽ ലേണിംഗ് ഔട്ട്കംസിനെ, ഫൈനൽ ലേണിംഗ് ഔട്ട്കംസിനെയാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റിൽ നമ്മൾ നോക്കുന്നത്. ദെൻ ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ടു ഫൈൻഡ് പ്രോബ്ലംസ് ഇൻ ലേണിംഗ് ഏരിയാസ്. ഫൈൻഡ് പ്രോബ്ലംസ് ഇൻ ലേണിംഗ് ഏരിയാസ്. ലേണിംഗ് ഏരിയാസിലെ പ്രോബ്ലംസ് ഡയഗ്നൈസ് ചെയ്ത ശേഷം അതിനെ ഒരു അസസ്മെൻറ്റ് നടത്തുന്നു. അതാണ് ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റിൽ വരുന്നത്. CCL ഏതാണ് വരുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും കവേഴ്സ് ഓൾ ആസ്പെക്ട്സ് ഓഫ് സ്റ്റുഡൻറ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബിയും സിയും ഡിയും എന്താണ്? റോങ് ആണ്. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. 6th question, an objective test is so named because the system of scoring is dash rather than dash. An objective test. Objective test അങ്ങനെ നെയിം ചെയ്യുന്നത് ബിക്കോസ് ദ സിസ്റ്റം ഓഫ് സ്കോറിങ്ങിൻ്റെ സിസ്റ്റം ഡാഷ് റാദർ ദാൻ ഡാഷ് ആയതുകൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ്. ഓപ്ഷൻ ബി ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ്. ഓപ്ഷൻ സി സമ്മേറ്റീവ് ആൻഡ് ഫോർമേറ്റീവ്. ഓപ്ഷൻ ഡി സമ്മേറ്റീവ് ആൻഡ് ഫോർമേറ്റീവ്. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ്. ആൻ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഈസ് സോ നെയിംഡ് ബിക്കോസ് ദ സിസ്റ്റം ഓഫ് സ്കോറിംഗ് ഈസ് ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഒബ്ജക്റ്റീവ് റാദർ ദാൻ ദ സബ്ജക്റ്റീവ് അല്ലേ. ഒബ്ജക്റ്റീവ് ടെസ്റ്റിന് എന്താണ്? ഒബ്ജക്റ്റീവ് റാദർ ദാൻ ദ സബ്ജക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ഫോം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. 7th ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് കോംപ്രിഹെൻഷൻ ഇൻ ബ്ലൂംസ് ടാക്സോണമി. ഈ കേട്ടറ്റിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ, ബ്ലൂംസ് ടാക്സോണമി ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ള. അപ്പോൾ ബ്ലൂംസ് ടാക്സോണമിയെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റീകോളിംഗ് ഇൻഫർമേഷൻസ് ആണോ? ടു ഗ്രാസ്പ് ദ മീനിങ്. ഗ്രാസ്പ് ചെയ്യുക അല്ലേ. ആദ്യത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്? റീകോൾ ചെയ്യുക ഇൻഫർമേഷനെ. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നു ടു ഗ്രാസ്പ് ദ മീനിങ്. ഗ്രാസ്പ് ചെയ്യുക, മീനിങ് ഗ്രാസ്പ് ചെയ്തുകൊണ്ട് പോകുക. ഓപ്ഷൻ സി എന്താണ്? യൂസിങ് ഇൻഫർമേഷൻ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണല്ലേ ഇൻഫർമേഷൻസിൻ്റെ. യൂസിങ് ഇൻഫർമേഷൻ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആയിട്ടാണ് ബ്ലൂംസ് ടാക്സോണമിയിൽ പറയുന്നതെന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡി ബ്രേക്കിംഗ് ഇൻഫർമേഷൻ ഇൻ ടു പാർട്സ്. ബ്രേക്കിംഗ് ഇൻഫർമേഷനെ എന്തായിട്ട്? ചങ്ക്സ് ആയിട്ട് അല്ലെങ്കിൽ പീസസ് ആയിട്ട് അല്ലെങ്കിൽ പാർട്സ് ആയിട്ട് നമ്മൾ നോക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ടു ഗ്രാസ്പ് ദ മീനിങ്. ഗ്രാസ്പ് ചെയ്യുക, മീനിങ്ങിനെ ഗ്രാസ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏതായിട്ട് വരുന്നത്? ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ആർ കോമൺലി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഫോർ. എന്തിനാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ്.
എ നോക്കൂ, മേക്കിംഗ് സെലക്ഷൻ ഫോർ സ്പെസിഫിക് ജോബ്സ്. മേക്കിംഗ് സെലക്ഷൻ ഫോർ സ്പെസിഫിക് ജോബ്സിൻ്റെ സെലക്ഷന് വേണ്ടിയിട്ട് നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓപ്ഷൻ ബി നോക്കൂ, സെലക്ടിങ് കാൻഡിഡേറ്റ്സ് ഫോർ എ കോഴ്സ്. ഒരു കോഴ്സിന് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുമെന്ന് പറയുന്നു. ഓപ്ഷൻ സി നോക്കൂ, അണ്ടർസ്റ്റാൻഡിങ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദ ലേണർ. അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, വീക്ക്നെസ്സും സ്ട്രെങ്ത്തും എന്താണ് ലേണറുടെ എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നു. ഓപ്ഷൻ ഡി പറയുന്നു, അസസിങ് ദ എമൗണ്ട് ഓഫ് ലേണിംഗ് ആഫ്റ്റർ ടീച്ചിങ്. അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടീച്ച് ചെയ്ത ഒരു സാധനത്തെ ലേണർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ഒരു അസസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നമ്മൾ എന്തിനാണ്, ലേണറിന് മനസ്സിലായിട്ടുണ്ടോ, നമ്മൾ പഠിപ്പിച്ച കാര്യം ലേണറിന് മനസ്സിലായിട്ടുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് അച്ചീവ്മെൻറ്റ്. ലേണർ എത്രമാത്രം അത് അച്ചീവ് ചെയ്തു എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ദെൻ 9th ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. Which of the following is not a characteristics of good achievement test? ഗുഡ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് എന്ത് എന്നാണ് ചോദ്യം അല്ലേ. നോട്ട് എന്നുള്ള ഒരു വാക്ക് നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്യണം. അധിക കേട്ടറ്റിനും HSAക്കും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. നോട്ട് ഉണ്ടായിരിക്കും ക്വസ്റ്റ്യനിൽ. റിലയബിലിറ്റി, ഒബ്ജക്റ്റിവിറ്റി, ആംബിഗ്വിറ്റി ആൻഡ് വാലിഡിറ്റി, 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെ ഗുഡ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെ ക്വാളിറ്റി അല്ലാത്ത അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഇതിലേത് എന്നാണ്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എപ്പോഴും എന്താണ്, റിലയബിൾ ആവണം അല്ലേ, ഒബ്ജക്റ്റിവിറ്റി ഉണ്ടായിരിക്കണം, വാലിഡിറ്റി മസ്റ്റാണ്. അപ്പോൾ ഏതാണ്, ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ആംബിഗ്വിറ്റി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കതിനെ പുറത്തേക്ക് എടുക്കാം. ഓപ്ഷൻ സി, ആംബിഗ്വിറ്റി ഈസ് ദ കറക്റ്റ് ആൻസർ. നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഈസ് ആംബിഗ്വിറ്റി. 10th ക്വസ്റ്റ്യൻ നോക്കുക. വെൻ ആൻഡ് വേർ വാസ് ദ കൺസെപ്റ്റ് ഓഫ് മൈക്രോ ടീച്ചിങ് ഡെവലപ്ഡ്? മൈക്രോ ടീച്ചിങ് ഡെവലപ്പ് ചെയ്തത് എവിടെ, എപ്പോൾ, എന്ന് എന്നാണ് ചോദ്യം. മൈക്രോ ടീച്ചിങ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ്. പക്ഷേ അത് എവിടെയാണ് കൺസെപ്റ്റ് ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ളത് എന്ന് ആർക്കും അറിയുന്നുണ്ടാവില്ല എന്ന് കരുതുന്നു. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ആണ്. അമേരിക്കയിൽ 1963 എന്നൊരു ഓപ്ഷൻ. ഓപ്ഷൻ ബി ബ്രിട്ടനിൽ 1959 എന്നൊരു ഓപ്ഷൻ. ഓപ്ഷൻ സി ഫ്രാൻസിൽ 1972 എന്നൊരു ഓപ്ഷൻ. ഇറ്റലിയിൽ 1955 എന്നൊരു ഓപ്ഷൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അമേരിക്കയിൽ 1963 മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ക്രിയേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി, എ ഈസ് ദ കറക്റ്റ് ആൻസർ. അമേരിക്ക 1963 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ കാണുക. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് റഫായിട്ട് എഴുതി വെക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്കിത് കേട്ടറ്റിനും HSAക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങളത് മറക്കാണ്ട് വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക.